വിഭാഗത്തെ പേര് നടക്കുന്ന അവസ്ഥ എന്താണെന്നും ഇവരുടെ നേതാക്കന്മാരുടെ അവസ്ഥ എന്താണെന്നും ഈ ഗ്രൂപ്പിന്റെ പ്രത്യേക അവസ്ഥ എന്താണെന്നും വേർതിരിച്ചു പറയട്ടെ. ഞങ്ങൾക്ക് ഇടാൻ വിഷമുണ്ട്, പക്ഷെ പല്ലുകുത്തി മണപ്പിച്ചത് കൊണ്ട്, നിങ്ങൾ ചോദിച്ചു വാങ്ങിയത് കൊണ്ട് തരുവാണ്, സ്വീകരിച്ചോളൂ. ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിലേക്ക് മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് ഭ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്ത് അല്ലെങ്കിൽ AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തക്ബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്കാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാ, അവർ നല്ലോരാ, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തക്കങ്ങൾ സാലിഹ്യങ്ങളാണ്. അയാളെ നാട് ഞാൻ പറഞ്ഞില്ല. അയാൾക്ക് അയാൾ അനുയായികൾക്ക് ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞടാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനുണ്ടാവും. അതെല്ലാവരും മനസ്സിലാക്കണം. അതെല്ലാവരും തിരിച്ചറിയും. അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിന് അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനാ ആലിമീങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വയറു പറയാനല്ല. എന്താ അമ്പിയാവിന്റെ ലക്ഷ്യം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. തസ്കിയത്തില്ലാത്ത എന്ത് ആക്ടിവിറ്റീസ്, എന്ത് തസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തെക്കുപീർ ചെല്ലുക. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ AP ബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർദ്ധനാണ്. അത് ആൺകുട്ടികളെ വാക്ക. ഇന്നിപ്പോൾ അവിടെയാണ്. ഇന്ന് അവരവിടെയുള്ളത് നല്ലോണം മനസ്സിലാക്കണം. ഇത് വളരെ ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. ഇത് വളരെ ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. അവർക്ക് അള്ളാഹുവിന്റെ ദീന സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അത് വേറൊരു കൗമാണ്. തസ്കിയത്താണ് ദീന്. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീൻ എന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധി ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധി ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതൊന്നും ഞാൻ പറയുന്നില്ല. സഹോദരങ്ങളെ, ഇതുകൊണ്ട് ആ വിഭാഗത്തെ നമ്മൾ വിടുകയാണ്.